നമ്മൾ കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. അതിന് കാരണം കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ചും അത് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ പരികർമ്മം ചെയ്യുമ്പോൾ നൽകപ്പെടുന്ന പ്രായശ്ചിത്തത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഏതാനും എപ്പിസോഡുകളായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുന്നോടിയായിട്ട് പാപം എന്താണെന്ന് നമ്മൾ ധ്യാനിച്ചു. ഇനി നമ്മൾ കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ച് ധ്യാനിക്കുക. എന്താണ് കുമ്പസാരം? അനുരഞ്ജനത്തിൻ്റെ കൂദാശയ്ക്കാണ് കുമ്പസാരം എന്ന് പറയുക. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപപ്രദേശങ്ങളിലേക്ക് വന്നു. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം, അത് നമ്മൾ കുമ്പസാരമെന്ന കൂദാശയിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്നത് പാപമോചനമാണ്. അതൊരു സ്നാനം തന്നെയാണ്, മാനസാന്തരത്തിൻ്റെ സ്നാനം. അതാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുക. എന്താണ് മാനസാന്തരം? അതും സ്നാപക യോഹന്നാൻ പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരനും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അപ്പോൾ ഇവിടെ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകുന്നതിനോടൊപ്പം തന്നെ പ്രായശ്ചിത്തവും നൽകുകയാണ്. ഓരോരുത്തർക്കും അവരുടെ പാപത്തിന് തക്കതായ പ്രായശ്ചിത്തവും സ്നാപക യോഹന്നാൻ നിർദ്ദേശിക്കുക. ധനവാൻ ഇല്ലാത്തതിനുമായിട്ട് പങ്കുവെക്കുക. ചുങ്കക്കാരൻ അവനെന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രം ഈടാക്കുക. സൈന്യാധിപരല്ല, നീതിപാലകർ നീതിയോടെ വിധിക്കുക. ഉള്ള വേദന കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് അനുരഞ്ജനത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫലങ്ങളെന്ന് പറയുന്നത്. ഇതൊരു പ്രായശ്ചിത്തം കൂടെയാണ് സ്നാപക യോഹന്നാൻ നൽകുക. ഇവിടെ കടന്ന കൈക്ക് അദ്ദേഹം പറയുന്നതാണ്, അണലി സന്തതികളെ, വരാനിരിക്കുന്ന ദൈവബോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ആര്? അണലി സന്തതികളല്ലേ, സർപ്പസന്തതികൾ. അതിന് വളരെയേറെ അർത്ഥ വ്യാപ്തിയുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ കുമ്പസാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിൻ്റെ അഭിഷിക്തൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് തൻ്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറയുന്നവൻ്റെ പാപം മോചിക്കുന്നു. അവന് മാനസാന്തരത്തിൻ്റെ ഫലമായ പ്രായശ്ചിത്തവും നൽകുന്നു. ഇത് സഭയിൽ പരികർമ്മം ചെയ്യാനായിട്ട് ആരാണ് അധികാരം കൊടുത്തത്? അത് വചനത്തിലുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 20-23 തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പാപം മോചിക്കാനുള്ള അധികാരം
യേശു തൻ്റെ ശിഷ്യരിലൂടെ നൽകുകയാണ്. ശിഷ്യരിൽ നിന്നും അത് തൻ്റെ പിൻഗാമികളായ മെത്രാന്മാർ വഴി, പുരോഹിതർ വഴി തലമുറകളായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കുമ്പസാരത്തിൻ്റെ പ്രസക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പാപം ചെയ്യുന്നത് നമ്മളോടും ദൈവത്തോടും കൂടിയാണ്. അതുവഴി നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു അനുരഞ്ജനമാണ് ഈ കുമ്പസാരക്കൂട്ട് നടക്കുക. രണ്ടാമത്, നമ്മൾ പാപം ചെയ്യുന്നത് നമ്മളോടും നമ്മുടെ സമൂഹത്തോടുമാണ്, അല്ലെ സഹോദരങ്ങളോടുകൂടെയാണ്, അല്ലെ കുടുംബത്തോടു കൂടെയാണ്. അപ്പം ഈ പുരോഹിതനിലൂടെ നമ്മളും നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു അനുരഞ്ജനം നടക്കുകയാണ്. മൂന്നാമതായിട്ട്, പ്രകൃതിയോട് ആയിട്ടുള്ള ഒരു രമ്യത ഇവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ 3 തലത്തിലുള്ള അനുരഞ്ജനമാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുക. ഈ പാവങ്ങളുടെ എല്ലാം ഒരു ഭാഗം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ആദത്തോട് പറഞ്ഞ്, നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ഈ 3 തലത്തിലുള്ള അനുരഞ്ജനമാണ് അവിടെ നടക്കുക. സ്വർഗം തുറക്കപ്പെടുന്ന ഒരു നിമിഷമാണ് കുമ്പസാരക്കൂടെന്ന് പറയുന്നത്. നീതിമാന്മാരെ തേടിയല്ല ഞാൻ വന്നത്, പാപികളെ തേടിയാണ്. പാപിയുടെ മാനസാന്തരം സ്വർഗത്തിൽ സന്തോഷം ഉളവാക്കുന്നു. ആ സന്തോഷം ഉളവാക്കുന്ന നിമിഷമാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പ്രായശ്ചിത്തം എന്തിനാണ്? പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നമ്മൾ മൂലം ആർക്ക് എന്ത് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ആ പരിഹാരം ചെയ്യുന്നതിന് മുന്നോടിയായി നൽകുന്ന ഒരു പ്രായശ്ചിത്തമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അത് നമുക്ക് ആ പ്രായശ്ചിത്തം ചെയ്യാനുള്ള നിർദ്ദേശവും അതിന് കൂടുതലായിട്ട് കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുരോഹിതൻ കുമ്പസാരക്കൂട്ടിലൂടെ നമുക്ക് ആ പ്രായശ്ചിത്തത്തിനുള്ള പ്രാർത്ഥന തരിക. അത് വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം എടുത്താൽ സക്കയുടെ ചരിത്രം എടുത്തു നോക്കുക. സക്കൈ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. കാരണം യേശുവിനെക്കുറിച്ച് കേട്ടു. ആ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കൈ തൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായി യേശുവിനെ നേരിട്ട് കാണാൻ ഭയന്നുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഒളിക്കുന്ന സക്കൈ. എന്നാൽ പാപിയെ തേടി വന്നതായ യേശു സക്കൈയെ കാണുകയും വിളിക്കുകയും ആ യേശുവിൻ്റെ ആകർഷണത്തിലൂടെ സക്കൈക്ക് മാനസാന്തരം ഉണ്ടാകുക, അനുതാപം ഉണ്ടാകുക, താൻ പാപിയാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകുക. അദ്ദേഹം പറയുന്നു, എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അതാണോ? അതിനേക്കാൾ വലിയൊരു പ്രായശ്ചിത്തം അദ്ദേഹം നടത്തി. എന്താണ്? ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. ഇതാണ് പ്രായശ്ചിത്തം. നമ്മൾ ആ പാപം മൂലം ആരുടെയെങ്കിലും ഭൗതികമോ ആത്മീയമോ മാനസികവുമായ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കടമായിട്ട് നിലനിൽക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യണം. മുതൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം. നമുക്ക് തിരിച്ച് പരിഹരിക്കാൻ മേലാത്ത രീതിയിലുള്ള നഷ്ടങ്ങളാണെങ്കിൽ ആ സഹോദരനുമായി അല്ല കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ നാമം നമ്മൾ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു തിന്മയാണ്. ഒരു കൊലപാതകത്തിന് തുല്യമായ തിന്മയാണ്. അപ്പോൾ അതിനും നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഇതൊക്കെ കുമ്പസാരക്കൂട്ടിൽ പുരോഹിതൻ തൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്നവന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ആ വ്യക്തിയുടെ നന്മകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സമൂഹത്തിൽ ഉയർത്തണം. അദ്ദേഹത്തിനെതിരെ പറഞ്ഞ തിന്മകൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. ഇതൊക്കെയാണ് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ലഭിക്കുക. ആ പ്രായശ്ചിത്തം നിറവേറ്റാനുള്ള
ഉള്ള ഒരു ശക്തി ലഭിക്കുന്നതിന് അതിനുള്ള നിർദ്ദേശമായിട്ടാണ് ഓരോ പുരോഹിതനും പ്രായശ്ചിത്തത്തിന് പ്രാർത്ഥന നൽകുന്നത്. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പ്രായശ്ചിത്തമാകുന്നില്ല, അത് നമ്മൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ അത് പ്രായശ്ചിത്തമാകുന്നുള്ളൂ. തളർവാദ രോഗിയെ കട്ടിലിനോടുകൂടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. പാപങ്ങൾ മോചിക്കാൻ മനുഷ്യൻ എവിടെ അധികാരമെന്ന് ചോദിച്ചാൽ പരിസയരോടല്ല നിയമിച്ചരോട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് എല്ലാവരും അറിയേണ്ടതിന് അവിടുന്ന് ഒരു പ്രായശ്ചിത്തം കൂടെ കൊടുക്കുകയാണ്. തളർവാദ രോഗിയോട് പറയുന്നു, നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷമാണ് കുമ്പസാരക്കൂട്. സ്നാപയോഹന്നാൻ്റെ അടുക്കൽ വന്നവരെല്ലാം പാപങ്ങൾ ഏറ്റുപറഞ്ഞു. സ്നാപയോഹന്നാന് പാപം ക്ഷമിക്കാനുള്ള അധികാരമില്ലായിരുന്നു. പക്ഷേ സ്നാപകൻ അവരുടെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ അതവർക്ക് അനുഭവവേദ്യമാകുവാൻ, അവർക്ക് സമാധാനമുണ്ടാകുവാൻ അവിടുന്ന് അവർക്ക് അനുരഞ്ജനത്തിൻ്റെ സ്നാനം നൽകുക. ഈ സ്നാപയോഹന്നാൻ്റെ സ്നാനവും ഇപ്പോൾ സഭ നൽകുന്ന സ്നാനവും വ്യത്യസ്തമാണ്. അന്ന് സ്നാപകൻ നൽകിയത് മാനസാന്തരത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ സ്നാനമാണ്, പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനമാണ് നൽകിയത്. എന്നാൽ ഇന്ന് സഭ നൽകുന്നത് പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം എന്ന് പറയുന്ന കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ് നടത്തപ്പെടുക. എന്നാൽ നമ്മൾ ആദ്യമേ സ്നാനം ചെയ്യപ്പെടുന്നത് മാമോദീസ വഴി നമ്മൾ സഭയുടെ സന്താനമായി തീരുന്നത് നമ്മൾ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് പരിശുദ്ധ കുമ്പസാരം ആരുടെയും ഔദാര്യമല്ല, അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അത് മനുഷ്യന് നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇത് വരപ്രസാദത്തിൻ്റെ കൂദാശ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നതായ നിരവധിയായ നിർദ്ദേശങ്ങൾ അവിടുന്ന് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവം തന്നെയാണ്. അതുപോലെ മറ്റു കൂദാശകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ സഭയോട് ചേർന്നുകൊണ്ട് കൂദാശയാൽ നമ്മളെ അനുദിനം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ സഭയുടെ സന്താനമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മ ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറയണം. സഭയിലെ ഓരോ കൂദാശയും ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് വചനാധിഷ്ഠിതമാണ്. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.